മനോഹരമൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച നല്ല വീതി കൂടിയ ഏതാണ്ട് ഒരു 5 മീറ്റർ വീതിയുള്ള റോഡ് ഫ്രണ്ടേജായി നിർമ്മിച്ച മനോഹരമായൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ഓൾ എന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ ഹൈവേയിൽ നിന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ദൂരത്തായി ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരവും ആലുവ ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരവും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരവും കളമശ്ശേരി ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ബോക്സി ടൈപ്പ് കണ്ടംപററി മോഡലിൽ നിർമ്മിച്ച ഈ വീട് ഏതാണ്ട് 3 സെൻറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ദൂരത്തായി നിർമ്മിച്ച ഈ വീട് തീർത്തും വാസ്തു ശാസ്ത്രപരമായാണ് ഈ പണിതിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. വീടിന് ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. ഫോൾഡിംഗ് ചെയ്യാവുന്ന ഒരു ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായി വലിയ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നു. വീടിൻ്റെ മുൻവശം ഇന്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വീടിൻ്റെ വാട്ടർ സോഴ്സിനായി KWA കണക്ഷനും ബോർവെൽ വാട്ടറുമാണ് നൽകിയിരിക്കുന്നത്. ചെറിയൊരു സിറ്റൗട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. 2 പാളികളിലാണ് മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് വേണ്ടിയുള്ള മരങ്ങളെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ആഞ്ഞിലിയും തേക്കുമാണ്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്നത് വിശാലമേറിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ്. മനോഹരമായ രീതിയിലാണ് ലിവിംഗ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോർണർ സൈസ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് കാണാം. നല്ല സ്പേഷ്യസോടുകൂടി തന്നെയാണ് ഡൈനിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്തു നിന്നാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു സൈഡ് വശത്തായി വലിയൊരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. മാത്രമല്ല നല്ല മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് ഈ വീടിന് ലഭിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ ഏതാണ്ട് ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിന് ലഭിക്കുന്നുണ്ട്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു. ഈ ഒരു സെൻട്രൽ ഭാഗത്ത് നിന്നാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. എല്ലാം നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വാഷ് ബേസിൻ ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. മനോഹരമായൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് അതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ നമുക്ക് ഈ വാഷ് ബേസിന് ആയി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ കിച്ചണാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സെമി ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. നല്ല മനോഹരമായൊരു കിച്ചൺ, നല്ല സ്പേഷ്യസോടുകൂടി തന്നെയാണ് ഈ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ഒരു വുഡൻ ഫിനിഷിൽ തന്നെ ഭംഗിയാക്കി ചെയ്തിരിക്കുന്നു. ഒരു റെഫ്രിജറേറ്റർ യൂണിറ്റ് വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. കിച്ചൺ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വീടിൻ്റെ ബാക്ക് വശത്തും സൈഡ് വശങ്ങളിലെല്ലാം വീടുകൾ അവൈലബിൾ ആണ്. മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ലൊക്കേഷൻ ഫ്ലഡൊന്നും ബാധിക്കാത്ത ഒരു ഏരിയ ആണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഈ ബെഡ്റൂമിന് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. വലിയ വെറ്റിഫൈഡ് ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു. വാൾഡ്രോ സൗകര്യം നമുക്ക് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്.
വലിയ കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ബെഡ്റൂമിന് ലഭിക്കുന്നുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ഡോർ ബാത്റൂമിന് നൽകിയിരിക്കുന്നു. മനോഹരമായ നല്ല നീളത്തിലൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു വുഡൻ ഫിനിഷ്, വുഡൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്ക് ബാത്റൂമിൽ അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല മനോഹരമായ ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ ലഭിക്കുന്നത്. വാളുകളിൽ പർഗോളകളെല്ലാം ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിനി ഈ ബെഡ്റൂമുകളൊന്ന് കാണാം. മനോഹരമായ ഈ ബെഡ്റൂം നല്ല സ്പേഷ്യസോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ അതേ സൈസിൽ തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മൾട്ടിവുഡ് മെറ്റീരിയൽസിലാണ് വാൾഡ്രോബ് എല്ലാം ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോർ നൽകിയിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഈ ബാത്റൂം നല്ല നീളത്തിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ 3rd ബെഡ്റൂം ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളിൽ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. അതായത് ഇവിടുത്തെ 3rd ബെഡ്റൂം നല്ല സ്പേഷ്യസോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഡോറുകളെല്ലാം ആഞ്ഞിലി മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു സ്പേഷ്യസായ ബെഡ്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്ന ധാരാളം വെന്റിലേഷൻ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. വലിയൊരു ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെയും ലഭിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റ് അവൈലബിൾ ആണ്. ചെറിയൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബാൽക്കണിയുടെ ഹാൻഡ് റെയിലിനായി ടഫൻ ഗ്ലാസും സ്റ്റെയിൻലെസ്സിലുമാണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് എക്സിറ്റ്, അതുപോലെ തന്നെ ബാത്റൂം, ഈ ഒരു ബാത്റൂമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ ഈ ബാത്റൂം നല്ല നീളത്തിലാണ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ, ഒരു ബാൽക്കണി, കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയയും നമുക്ക് ഇവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് എല്ലാം നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3 സെൻറ്റിൽ 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി നിർമ്മിച്ച ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 54 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. വീട് വിസിറ്റ് ചെയ്യാനോ ഓണറുമായി ഡയറക്റ്റ് ഇരുന്ന് സംസാരിക്കുവാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.